ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അജ്മൽ സൊല്യൂഷൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സാധാരണ എല്ലാ മത്സര പരീക്ഷകളിലും കണ്ടുവരാറുള്ള 3 ടൈപ്പ് പ്രോബ്ലംസ് ആണ്. പ്രീവിയസ് വീഡിയോസ്, അതായത് പാർട്ട് 1 ആൻഡ് പാർട്ട് 2 കാണാത്തവരാണ് നിങ്ങളെങ്കിൽ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് ആ ക്ലാസ്സുകൾ കാണേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ടോപ്പിക്കിനെ കുറിച്ചുള്ള ഒരു ക്ലിയർ ഐഡിയ കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ആദ്യത്തെ ടൈപ്പ് ഇതാണ്, പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റഡ് ഓൺ SP, അതായത് സെല്ലിംഗ് പ്രൈസ്. സാധാരണ നമ്മൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ ലോസ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോസ്റ്റ് പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണ്, അല്ലേ? ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു. ബട്ട് ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ എന്തുണ്ടാവും, പ്രോഫിറ്റ് ഓർ ലോസ് കാൽക്കുലേറ്റഡ് ഓൺ സെല്ലിംഗ് പ്രൈസ് എന്ന് കാണാറുണ്ട്. ഓക്കെ, ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാം എന്നാണ് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എന്താ ക്വസ്റ്റ്യൻ? 20% പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് പ്രൈസ്, ഫൈൻഡ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓൺ സെല്ലിംഗ് പ്രൈസ്. ഓക്കെ, അതായത് കോസ്റ്റ് പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് 20%. അങ്ങനെയാണെങ്കിൽ അത് സെല്ലിംഗ് പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ എത്ര ശതമാനമായിരിക്കും ആ ലാഭം എന്നാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഒന്നുമില്ല, കാരണം നമ്മൾ പെർസെൻറ്റേജിൻ്റെ വീഡിയോസ് മുഴുവൻ കണ്ടവരാണ്. അതിൻ്റെ റേഷ്യോ ടു ഫ്രാക്ഷൻ, പെർസെൻറ്റേജ് ടു ഫ്രാക്ഷനും ഫ്രാക്ഷൻ ടു പെർസെൻറ്റേജ് അതിൻ്റെ കൺവേർഷൻ അറിയുന്നവരാണ്. ഫ്രാക്ഷനിൽ ഓരോരോ ടേം എന്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതെല്ലാം അറിയുന്നവരാണ്. അങ്ങനത്തെ നമുക്ക് ഇതൊരു വിഷയമേ അല്ല. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യാം, ഈ 20% അതിൻ്റെ ഫ്രാക്ഷൻ വാല്യൂ എത്ര എന്ന് എല്ലാവർക്കും അറിയാം. എത്രയാണ്? 1/5 ആണ്. ക്ലിയർ? അപ്പോൾ ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നു 20% പ്രോഫിറ്റ് 1/5. അങ്ങനെയാണെങ്കിൽ ഈ 5 എന്താണ്, ഈ 5 എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്, അതേപോലെ ഈ 1 എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത് ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നോക്ക്, 20% പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് പ്രൈസ് ആണ്. അതുകൊണ്ട് ഈ 5 എന്താണ്, കോസ്റ്റ് പ്രൈസ് ആണ്. ഈ 1 എന്താണ്, പ്രോഫിറ്റ് ആണ്. ഓക്കെ, 20% പ്രോഫിറ്റ് ഓൺ കോസ്റ്റ് പ്രൈസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 20% = 1/5 ആണ്. അപ്പോൾ ഇതിൽ 5 എന്ന് പറയുന്നത് കോസ്റ്റ് പ്രൈസ് ആണ്, 1 എന്ന് പറയുന്നത് എന്താണ്, പ്രോഫിറ്റ് ആണ്. ഓക്കെ, ഇനി നിങ്ങൾ പറ, എന്തായിരിക്കും സെല്ലിംഗ് പ്രൈസ്? സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ, കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് ആണ്, അല്ലേ? സെല്ലിംഗ് പ്രൈസ് ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്, പറയണോ? വേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ വീഡിയോ കണ്ടവരാണ്, വെറുതെ നിങ്ങൾക്ക് ബോറടിക്കും. ഓക്കെ, അപ്പോൾ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് ആണ്. അപ്പോൾ എന്ത് വരും, 5 + 1 = 6. ഇനി എന്താ ക്വസ്റ്റ്യൻ? ഫൈൻഡ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓൺ സെല്ലിംഗ് പ്രൈസ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഓൺ സെല്ലിംഗ് പ്രൈസ് എങ്ങനെ കാണാം? പ്രോഫിറ്റ് എത്രയാണ്? 1 ആണ്. ഓൺ സെല്ലിംഗ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 6 ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി, 1/6 × 100 എത്ര? 16, 2/3%. ഇത്രേ ഉള്ളൂ. ഓക്കെ, ഈ 20% എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഓൺ CP ആണ്. അങ്ങനെയാണെങ്കിൽ പ്രോഫിറ്റ് ഓൺ SP എങ്ങനെ കാണും? ആദ്യം നമുക്ക് ഇതിൽ നിന്ന് പ്രോഫിറ്റും 1 ആണ്, CP 5 ആണ്. അപ്പോൾ SP എത്രയാണ്? സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് പ്ലസ് പ്രോഫിറ്റ് 6 ആണ്. അങ്ങനെയാണെങ്കിൽ ഈ പ്രോഫിറ്റിനെ നമ്മൾ സെല്ലിംഗ് പ്രൈസിൽ റെപ്രസെൻറ്റ് ചെയ്താൽ എന്ത് വരും, അല്ലെങ്കിൽ സെല്ലിംഗ് പ്രൈസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പ്രോഫിറ്റ് കാണുകയാണെങ്കിൽ പ്രോഫിറ്റ് 1 ആണ് ബൈ എന്താ വരാം, സെല്ലിംഗ് പ്രൈസ് 1/6 × 100, അതായത് 16, 2/3%. സിമ്പിൾ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 25% ലോസ് ഓൺ സെല്ലിംഗ് പ്രൈസ്, ഫൈൻഡ് ലോസ് പെർസെൻറ്റേജ് ഓൺ കോസ്റ്റ് പ്രൈസ്. ഇത് നേരെ തിരിച്ചിട്ട്, അതായത് ഇതിൽ സെല്ലിംഗ് പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ 25% നഷ്ടമാണ്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ലോസ് കണക്കാക്കുന്നതെങ്കിൽ എത്ര ശതമാനമാണ് ലോസ് എന്നാണ് ക്വസ്റ്റ്യൻ. ഇത് നമ്മൾ എന്ത് ചെയ്യാം, ആദ്യം 25% എന്ന് പറഞ്ഞാൽ എന്താണ്, 1/4 ആണ്. ശ്രദ്ധിക്കാം, ഇവിടെ എന്താണ്, ഇവിടെ ലോസ് ആണല്ലേ, അപ്പോൾ ഇതെന്താണ്, ലോസ് ആണ്. ഈ 4 എന്താണ്, ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 25% ലോസ് ഓൺ സെല്ലിംഗ് പ്രൈസ്, അപ്പം 4 ആണ് സെല്ലിംഗ് പ്രൈസ്. ഇനി നമ്മളോട് ചോദിച്ചത് ലോസ് പെർസെൻറ്റേജ് ഓൺ കോസ്റ്റ് പ്രൈസ് അല്ലേ. അപ്പോൾ SPയും ലോസും അല്ലെങ്കിൽ CP കണ്ടൂടെ? CP എന്ന് പറഞ്ഞാൽ എന്താ, അതായത് 4 രൂപയ്ക്ക് വിറ്റപ്പം 1 രൂപ നഷ്ടമാണ്. അപ്പോൾ CP എത്ര വരാം, അല്ലേ? CP = SP പ്ലസ് ലോസ് ആണ്, അല്ലേ? ഓക്കെ, നിങ്ങൾ അങ്ങനെ ആലോചിച്ചാൽ മതി, 4 രൂപയ്ക്ക് വിറ്റപ്പം 1 രൂപ നഷ്ടം. അപ്പോൾ ശരിക്കും കോസ്റ്റ് പ്രൈസ് 4 അല്ല, എത്രയാണ്, 5 ആണ്. അപ്പോൾ CP 5 ആണ്. ഇനി നമ്മൾ ലോസ് പെർസെൻറ്റേജ് ഓൺ CP ചെയ്താൽ എന്താ വരാം,
ലോസ് ബൈ സി പി ഇൻറ്റു 100. ലോസ് എത്രയാണ്? 1 ആണ്. സി പി എത്രയാണ്? 5 ആണ്. 1/5 ഇൻറ്റു 100 എത്ര? 20%. ഓക്കെ, അതായത് 25% ലോസ് ഓൺ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 20% ലോസ് ഓൺ കോസ്റ്റ് പ്രൈസ് ആണ്. ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് ഫ്രാക്ഷൻ എഴുതി ഓരോ ടൈം എന്തിനാ റെപ്രസെൻ്റ് ചെയ്ത് നോക്കി, ഏതിലേക്കാണ് മാറ്റേണ്ടത് നോക്കി, അത്രേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യില്ലേ, 10% ലോസ് ഓൺ കോസ്റ്റ് പ്രൈസ്, ഫൈൻഡ് ലോസ് ഓൺ സെല്ലിംഗ് പ്രൈസ്. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഓക്കെ, എ മാൻ പർച്ചേസ്ഡ് എ ബെഡ്ഷീറ്റ് ഫോർ ₹450 and sold it at a gain of 10% calculated on selling price. The selling price of the bedsheet was 450 രൂപക്ക് പർച്ചേസ് ചെയ്തു, എന്നിട്ട് 10% ലാഭത്തിന് വിറ്റു. ശ്രദ്ധിക്കേണ്ട കാര്യം, ആ 10% എന്തിൻ്റെ 10%? സെല്ലിംഗ് പ്രൈസിൻ്റെ 10%. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പ്രോഫിറ്റ് 10% തന്നതുകൊണ്ട് നമ്മൾ ആദ്യം അത് എഴുതി 10%. ഇത് നമ്മളതിനെ ഫ്രാക്ഷനിലേക്ക് മാറ്റി. ഏതാണ്? 1/10. ശ്രദ്ധിക്കേണ്ട കാര്യം, 10% ഓൺ സെല്ലിംഗ് പ്രൈസ് ആയതുകൊണ്ട് 10 എന്താണ്? സെല്ലിംഗ് പ്രൈസ് ആണ്. 1 എന്താണ്? പ്രോഫിറ്റ് ആണ്. സെല്ലിംഗ് പ്രൈസ് 10ഉം 1 പ്രോഫിറ്റും ആണെങ്കിൽ സി പി എന്തായിരിക്കും? 10 രൂപക്ക് വിൽക്കുമ്പോൾ 1 രൂപ ലാഭമാണ്. അപ്പോൾ സി പി 9 യൂണിറ്റ് ആണ്. ഓക്കെ, ഈ 9 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞ 450. ഓക്കെ, അതല്ലേ 9 യൂണിറ്റ്? ആ 9 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് 450. അങ്ങനെയാണെങ്കിൽ 10 യൂണിറ്റിൻ്റെ വാല്യൂ എത്രയാണ് ക്വസ്റ്റ്യൻ? 9 യൂണിറ്റിൻ്റെ വാല്യൂ 450 ആണെങ്കിൽ 10 യൂണിറ്റിൻ്റെ വാല്യൂ എത്ര? 9ന് ഏതുകൊണ്ട് ഗുണിച്ചാൽ 450 കിട്ടാം? 50 കൊണ്ട്. 10ന് 50 കൊണ്ട് ഗുണിച്ചാൽ വരും. ഓക്കെ, യൂണിറ്ററി മെത്തേഡ് ആണല്ലേ. 9 യൂണിറ്റ് 450 ആണെങ്കിൽ 10 യൂണിറ്റ് എത്ര? ഞാൻ പറഞ്ഞിരുന്നു, ഇത് നിങ്ങൾ ക്രോസ് ചെയ്താൽ ചെയ്യല്ലേ. ഇത് കാണാൻ ഇത് രണ്ടും ക്രോസ് ചെയ്യുക, ഡിവൈഡ് ബൈ 9. പക്ഷെ നമുക്കതിന് ആവശ്യമില്ല, നമുക്ക് ഇതിന് ഡയറക്റ്റ് കിട്ടൂലേ. 9 × 5 ആണ് 45. അപ്പോൾ 9 × 50 ആണ് 450. അപ്പോൾ ഇവിടെ ഏത് മൾട്ടിപ്പിൾ കൊണ്ടാണ് ഗുണിച്ചത്, ഏതുകൊണ്ടാണ് ഗുണിച്ചത്, അതേ നമ്പർ കൊണ്ട് ഇവിടെയും ഗുണിച്ചു കൊടുത്താൽ മതി. അപ്പോൾ 9 യൂണിറ്റ് 450 ആണെങ്കിൽ 10 യൂണിറ്റ് എത്ര ആയിരിക്കും? 500 ആയിരിക്കും. സിമ്പിൾ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഓൺ സെല്ലിംഗ് എ പെൻ, എ മാൻ ഗെയിൻ 15%. ഇഫ് ഹി കാൽക്കുലേറ്റ് ഹിസ് പ്രോഫിറ്റ് ഓൺ സെല്ലിംഗ് പ്രൈസ് ആൻഡ് ഹിസ് പ്രോഫിറ്റ് ഈസ് ₹18, ഫൈൻഡ് കോസ്റ്റ് പ്രൈസ് ഓഫ് ദി പെൻ. ഒന്നുമില്ല, ആദ്യം നമുക്ക് ഗെയിൻ 15% തന്നിട്ടുണ്ട്. 15% എന്ന് പറഞ്ഞാൽ എന്ത് വരും? 3/20 ഗെയിൻ ആണല്ലേ. അപ്പോൾ ഇതെന്താണ്? പ്രോഫിറ്റ്. ഇതിങ്ങനെ എഴുതേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. പ്രോഫിറ്റ് ഇത് നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങൾക്ക് ഫസ്റ്റ് ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടി പറയുന്നത് മാത്രം. ഓക്കെ, ഈ 20 എന്താണ്? ഇഫ് ഹി കാൽക്കുലേറ്റ് ഹിസ് പ്രോഫിറ്റ് ഓൺ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇതെന്താണ്? സെല്ലിംഗ് പ്രൈസ് ആണ്. ഇനി എന്താ വേണ്ടത്? ഹിസ് പ്രോഫിറ്റ് ഈസ് 18. അങ്ങനെയാണെങ്കിൽ സി പി എത്ര ആണല്ലേ? ഓക്കെ, എസ് പി 20 ആണ്, പ്രോഫിറ്റ് 3 ആണ്. അപ്പോൾ സി പി എത്രയാണ്? 20 രൂപക്ക് വിറ്റപ്പോൾ 3 രൂപ ലാഭം. അപ്പോൾ സി പി 17 യൂണിറ്റ് ആണ് അല്ലേ? ഓക്കെ, അപ്പോൾ 17 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് കാണേണ്ടത്. നമുക്ക് എന്താ തന്നത്? പ്രോഫിറ്റ് എത്രയാണ്? 3 യൂണിറ്റ് ആണ്. അതായത് 3 യൂണിറ്റിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എത്രയാണ്? 18 ആണ്. 3 യൂണിറ്റ് 18 ആണെങ്കിൽ 17 യൂണിറ്റ് എത്രയാണ് ക്വസ്റ്റ്യൻ? 3ന് ഏതുകൊണ്ട് ഗുണിച്ചാൽ 18 കിട്ടാം? 6 കൊണ്ട്. അപ്പോൾ 17ന് 6 കൊണ്ട് ഗുണിക്കാം, എത്ര വരും? 102. ക്ലിയർ അല്ലേ? ഒന്നുമില്ല, നമ്മൾ ആദ്യം പ്രോഫിറ്റ് 3 യൂണിറ്റ്, സെല്ലിംഗ് പ്രൈസ് 20 യൂണിറ്റ്, കോസ്റ്റ് പ്രൈസ് 20 - 3 17 യൂണിറ്റ്. ഓക്കെ, അതിൽ 3 യൂണിറ്റിൻ്റെ വാല്യൂ 18 തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മളോട് ചോദിച്ചു 17 യൂണിറ്റിൻ്റെ വാല്യൂ എത്ര? 3 യൂണിറ്റ് 18 ആണെങ്കിൽ 1 യൂണിറ്റ് 6 അല്ലേ? അതായത് 3ന് ഏതുകൊണ്ട് ഗുണിച്ചാൽ 18 കിട്ടാം? 6 കൊണ്ടാണ്. അപ്പോൾ 17നെ നമ്മൾ എന്ത് ചെയ്യുക? 6 കൊണ്ട് ഗുണിച്ചു, എത്ര വരും? 102 അല്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യാം. ഓൺ സെല്ലിംഗ് ആൻ ആർട്ടിക്കിൾ ഫോർ ₹800, there is a loss of 20% ഓൺ സെല്ലിംഗ് പ്രൈസ്. ഫൈൻഡ് സെല്ലിംഗ് പ്രൈസ് ടു ഗെയിൻ 25% ഓൺ സി പി. ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ എന്ത് ചെയ്യാം? കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പക്ഷേ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യുക. അത് ആൻസർ ശരിയായാലും തെറ്റായാലും നിങ്ങൾ ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ ഒരു ടൈപ്പാണ്. ഓക്കെ, വളരെ സിമ്പിളായ ഒരു ടൈപ്പാണ്. സാധാരണ എക്സാമിൽ ഉണ്ടാകുന്ന ഒരു ടൈപ്പാണ്. നമുക്ക് നോക്കാം വളരെ എളുപ്പത്തിൽ എങ്ങനെ ഇത് ചെയ്യാം. ബൈ സെല്ലിംഗ് ആൻ ആർട്ടിക്കിൾ ഫോർ ₹450, ഐ ലോസ് 20%. ഫോർ വാട്ട് പ്രൈസ് ഷുഡ് ഐ സെൽ ഇറ്റ് ടു ഗെയിൻ 20%?
ഇവിടെ ഓൺ സെല്ലിംഗ് പ്രൈസ് ഒന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ എന്താണ് സാധാരണ പോലെ കോസ്റ്റ് പ്രൈസിലാണ് പ്രോഫിറ്റും ലോസും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഓൺ സെല്ലിംഗ് പ്രൈസിലെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞു. ഓക്കെ, ആ ക്വസ്റ്റ്യൻസിൽ നമുക്ക് ഡയറക്റ്റ് പറയും പ്രോഫിറ്റ് ഓർ ലോസ് കാൽക്കുലേറ്റ് ചെയ്ത് സെല്ലിംഗ് പ്രൈസിലാണെന്ന് പറയും. പക്ഷെ അങ്ങനെ പറയാത്തിടത്തോളം കാലം നമ്മൾ എന്തിനാണ് കാൽക്കുലേറ്റ് ചെയ്യുക? ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ കോസ്റ്റ് പ്രൈസിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, ഒന്നുമില്ല. ബൈ സെല്ലിംഗ് ആൻ ആർട്ടിക്കിൾ ഫോർ ₹450 ഐ ലോസ് 20%. അപ്പോൾ 20% എന്തിൻ്റെ 20% ആണ് എനിക്ക് നഷ്ടം? കോസ്റ്റ് പ്രൈസ് 20% ആണ്. അപ്പോൾ ഞാനിപ്പം വിറ്റ് എത്ര രൂപക്കായിരിക്കും? അതായത് ഞാൻ പറഞ്ഞിരുന്നു കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 100% അല്ലേ ആണ്, അതിലെനിക്ക് 20% നഷ്ടമാണ്. അപ്പോൾ ഞാനിപ്പോൾ എത്ര ശതമാനത്തിനാണ് വിറ്റത്? കോസ്റ്റ് പ്രൈസിൻ്റെ 80% വിറ്റത് അല്ലേ? ക്ലിയർ അല്ലേ? 80% വിറ്റത്. ഓക്കെ, അപ്പോൾ കോസ്റ്റ് പ്രൈസിന് 80% എത്രയാണ്? 480. എന്താ ക്വസ്റ്റ്യൻ? ഫോർ വാട്ട് പ്രൈസ് ഷുഡ് ഐ സെൽ ഇറ്റ് ടു ഗെയിൻ 20%? എനിക്ക് 20% ലാഭം കിട്ടണമെങ്കിൽ ഞാൻ എത്ര രൂപക്ക് വിൽക്കണം എന്നാണ്. 20% ലാഭം കിട്ടണമെങ്കിൽ ഞാൻ അതിനെ കോസ്റ്റ് പ്രൈസിൻ്റെ എത്ര ശതമാനത്തിന് വിൽക്കണം? 100% കോസ്റ്റ് പ്രൈസ്, 20% ലാഭം, അപ്പം 120% വിൽക്കണം അല്ലേ? അപ്പോൾ കോസ്റ്റ് പ്രൈസിൻ്റെ 120% എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. കിട്ടിയില്ലേ? ഇതൊക്കെ യൂണിറ്ററി മെത്തേഡാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത് കാണണമെങ്കിൽ 120 × 450/80. പക്ഷെ നമ്മൾ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് 2-3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഈ 80 × എത്രയാണ് 450 എന്നറിയോ? പെട്ടെന്ന് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള റേഷ്യോ ആയിരിക്കും ഇത് രണ്ടും തമ്മിലുള്ള റേഷ്യോ. ഈ രണ്ട് വാല്യൂസ് തമ്മിലുള്ള റേഷ്യോ ആയിരിക്കും ഈ രണ്ട് വാല്യൂസ് തമ്മിലുള്ള റേഷ്യോ. ക്ലിയർ അല്ലേ? ഈ രണ്ട് വാല്യൂസ് തമ്മിലുള്ള റേഷ്യോ എത്രയാണ്? ഇത് 40 വെച്ച് ക്യാൻസൽ ചെയ്താൽ 2:3 ആണ്. അപ്പോൾ ഇവിടെ വരുന്നത് എന്തായിരിക്കും? 2:3 ആയിരിക്കും. അതിൽ 2 യൂണിറ്റ് 450 ആണെങ്കിൽ 1 യൂണിറ്റ് എത്ര ആയിരിക്കും? 225. അപ്പോൾ 3 യൂണിറ്റ് എത്ര ആയിരിക്കും? 375. ഓക്കെ, ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യുക? ക്രോസ് ചെയ്തിട്ട് 120 × 450/80. അല്ലെങ്കിൽ ഇതും തമ്മിൽ എന്തെങ്കിലും ബന്ധം പെട്ടെന്ന് കിട്ടുന്നുണ്ടെങ്കിൽ, അതായത് ഇതിനെ ഏതെങ്കിലും ഒരു നമ്പർ കൊണ്ടാണ് ഗുണിച്ചിട്ടാണ് ഇത് കിട്ടുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതേ നമ്പർ കൊണ്ട് ഗുണിക്കുക. ഇനി അതും കിട്ടുന്നില്ലെങ്കിൽ ഈ രണ്ട് നമ്പർ തമ്മിൽ എന്തെങ്കിലും റേഷ്യോ ഉണ്ടോ നോക്കാം. ഉണ്ട്, 2:3 ആണ്. അപ്പോൾ ഇവിടെ റേഷ്യോ എന്തായിരിക്കും? 2:3 ആയിരിക്കും. അപ്പോൾ 2 യൂണിറ്റ് പറയുന്നത് 480 ആണ്. 1 യൂണിറ്റ് 225. അപ്പോൾ നമുക്കിവിടെ 3 യൂണിറ്റല്ലേ വേണ്ടത്? 3 യൂണിറ്റ് എത്ര വരും? 3 × 225 എത്ര വരും? 675. നമ്മൾ ഡയറക്റ്റ് ചെയ്തൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഏത് നമ്പർ കൊണ്ട് ഗുണിച്ചപ്പോഴാണ് കിട്ടുന്നത്, അല്ലെങ്കിൽ അവർ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ, എന്തെങ്കിലും റേഷ്യോ ഉണ്ടോ. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ അങ്ങനെ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ആകാം. ബൈ സെല്ലിംഗ് എ ബാഗ് അറ്റ് ₹230 എ പ്രോഫിറ്റ് ഓഫ് 15% ഈസ് മെയ്ഡ്. ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ദി ബാഗ് വെൻ ഇറ്റ് ഈസ് സോൾഡ് അറ്റ് 20% പ്രോഫിറ്റ്. ഓക്കെ, അപ്പോൾ നേരത്തെ കേസിൽ നമ്മൾ ശരിക്കും കോസ്റ്റ് പ്രൈസ് ഒക്കെ എത്രയാണെന്ന് കണ്ടിരുന്നോ? ഇല്ല, അതിന് ആവശ്യമില്ലാന്ന്. കോസ്റ്റ് പ്രൈസ് ഒക്കെ കണ്ട് അതിൻ്റെ പ്രോഫിറ്റ് കാണേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റ് പെർസെൻറ്റേജിൽ അങ്ങ് എഴുതി കൊടുത്താൽ മതി. ഈ ക്വസ്റ്റ്യൻ നോക്കി എത്ര എളുപ്പമാണ്. ബൈ സെല്ലിംഗ് എ ബാഗ് അറ്റ് ₹230 എ പ്രോഫിറ്റ് ഓഫ് 15% ഈസ് മെയ്ഡ്. 15% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്രയൊക്കെ വെക്കുക? 115%. അതിൻ്റെ വാല്യൂ എത്രയാണ്? 230. അപ്പോൾ തന്നെ നിങ്ങളെ മനസ്സിലേക്ക് ഒരു കാര്യം ക്ലിക്ക് ചെയ്ത് 115ഉം 230 തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്. എന്താണ്? ഇതിൻ്റെ ഡബിൾ ആണ് ഇത് അല്ലേ? അതായത് ഇതിനെ 2 കൊണ്ട് ഗുണിച്ചതാണ്. ഇനി എന്താ കാണേണ്ടി നോക്കാം? സെല്ലിംഗ് പ്രൈസ് ഓഫ് ദി ബാഗ് വെൻ ഇറ്റ് ഈസ് സോൾഡ് 20% പ്രോഫിറ്റ്. 20% പ്രോഫിറ്റ് ആണെങ്കിൽ നമ്മൾ എത്ര ശതമാനം കാണണം? 120%. പിന്നെ നമുക്കറിയാം ഇവിടെ എത്ര കൊണ്ടാണ് ഗുണിച്ചത്? 2 കൊണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? 2 കൊണ്ട് ഗുണിച്ചു. എത്ര? സിമ്പിൾ. അദ്ദേഹം പറഞ്ഞത് ഇതിൽ നമുക്ക് എന്തെങ്കിലും റിലേഷൻ അത് തമ്മിൽ ഉണ്ടോ നോക്കാം. നേരെ റിലേഷൻ താഴെയും കൊടുക്കുക, അത്രേ ഉള്ളൂ അല്ലേ? 15% ലാഭം എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് 115%. അതിൻ്റെ വാല്യൂ ആണ് 230. ഇനി 20% ലാഭം കിട്ടണമെങ്കിൽ 120% നിൽക്കണം. 115 × 2 ആണ് 230. അപ്പോൾ 120 × 2 240. 2 സ്റ്റെപ്പ് അല്ലേ ഉള്ളൂ. ശരിക്കും 2 സ്റ്റെപ്പും ഇല്ല. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചാൽ തന്നെ മനസ്സിലാവും. 115 230 എന്ന് കാണുമ്പോൾ തന്നെ 115ൻ്റെ ഡബിളാണ് 230. അപ്പോൾ 120ൻ്റെ ഡബിൾ ആയിരിക്കും. സിമ്പിൾ. ഈ ക്വസ്റ്റ്യനോ? ഓൺ സെല്ലിംഗ് ആൻ ആർട്ടിക്കിൾ ഫോർ 240 there is a profit of 20%. Find profit or loss percentage if it is sold for 230. അല്ലേ? പ്രോഫിറ്റ് ഓഫ് 20% എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കി പറഞ്ഞാൽ എത്ര? 120%. അതിൻ്റെ വാല്യൂ ആണ് 240. ക്വസ്റ്റ്യൻ കഴിഞ്ഞു. കാരണം എന്താ? ഇത് രണ്ടും 120ൻ്റെ ഡബിൾ ആണ് 240. ഫൈൻഡ് പ്രോഫിറ്റ് ഓർ ലോസ് പെർസെൻറ്റേജ് ഇഫ് ഇറ്റ് ഈസ് സോൾഡ് ഫോർ 230. അപ്പം ഇവിടെ ഉള്ളത് 230 ആണ് അല്ലേ? ഇതേ ഇൻറ്റു 2 ആണ് 240. അപ്പോൾ ഏതോ ഒരു നമ്പർ ഇൻറ്റു 2 ആണ് 230. ഏതാണ്? 120.
15%. ഇനി 115% വിൽക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 15% പ്രോഫിറ്റിന് വിൽക്കുകയാണ്. അതാണ് ക്വസ്റ്റ്യൻ അല്ലേ? 120% ഇൻറ്റു 2 ആണ് 250. അപ്പോൾ ഇവിടെ നമുക്ക് 230 തന്നിട്ടുണ്ട്. ഇവിടെയുള്ള നമ്പറിനെ 2 ഗുണിച്ചാലാണ് ഇത് കിട്ടുക. അപ്പോൾ ഈ നമ്പർ കിട്ടണം എന്ത് ചെയ്യണം? ഇതേ ബൈ 2 ചെയ്യണം അല്ലേ? അതായത് ഏതോ ഒരു നമ്പറിനെ ഇൻറ്റു 2 ചെയ്തപ്പോഴാണ് 230. അപ്പോൾ ഏതായിരിക്കും ഇവിടെ? 115. ഈ 115% സെല്ലിംഗ് പ്രൈസ്. അതിൻ്റെ അർത്ഥം എന്താണ്? 15% പ്രോഫിറ്റ് ആണ് അല്ലേ? ഇവിടെ 20% പ്രോഫിറ്റ് ആയതുകൊണ്ടാണല്ലോ നമ്മൾ 120 എടുത്തത്. അപ്പോൾ ഇവിടെ 115% എന്ന് പറഞ്ഞാൽ എന്താണ്? 15% പ്രോഫിറ്റ് ആണ്. ക്വസ്റ്റ്യൻ കഴിഞ്ഞു. സിമ്പിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഇപ്പം ഞാൻ ചെയ്താൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും തോന്നൂല്ലേ? അതുകൊണ്ട് നിങ്ങൾ തന്നെ ചെയ്തോളി. ഓക്കെ, പക്ഷേ ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യണുണ്ടോ? എത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും എത്ര അറിയുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക? കമൻറ്റിൽ ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് 2 ക്വസ്റ്റ്യൻ ഞാൻ കിട്ടോ. ഒന്ന് 10ഉം 11. രണ്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. എളുപ്പമുള്ള ക്വസ്റ്റ്യനാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ കൂടി കേട്ടോ. ഓക്കെ, അതേപോലെ വേറൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ടെലിഗ്രാമിൽ കുറേ ക്വസ്റ്റ്യൻസ് പെർസെൻറ്റേജിന് കുറേ ക്വസ്റ്റ്യൻസ് ഇട്ടിരുന്നു. അതേപോലെ കഴിഞ്ഞ 2 പാർട്ട് വെച്ചിട്ട് ഒരു 5 ക്വസ്റ്റ്യൻ പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ഇട്ടിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടോ ഇതൊക്കെ എളുപ്പമുള്ള ക്വസ്റ്റ്യനിൽ റിപ്പീറ്റ് ചെയ്ത് ഇടുകയാണോ എന്നൊക്കെ തോന്നുന്നുണ്ടോ? പക്ഷേ എന്താ കാര്യം എന്നറിയാം, നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസാണ്. അതായത് SSC എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആണേ, എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതുകൊണ്ടാണ് അത് ഞാൻ ഇടുന്നത്. ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രമേ ഞാൻ ഇടുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ആ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഏതിൻ്റെ? പ്രോഫിറ്റ് ആൻഡ് ലോസിന് 5 ക്വസ്റ്റ്യൻ ഞാൻ ഇട്ടേക്കുക. 5 നിങ്ങൾ പെട്ടെന്ന് സോൾവ് ചെയ്തിട്ടുണ്ടാവും. അതേപോലെ നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ അതിൻ്റെ ഡിസ്കഷനും നടക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾ രണ്ടിലും ജോയിൻ ചെയ്യുക. രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, ഇനി ആരെങ്കിലും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് ആൻസർ ചെയ്യുക 5 ക്വസ്റ്റ്യൻ. അതൊക്കെ എന്താണ്? പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. 2019 CPN ക്വസ്റ്റ്യനൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ. നമ്മൾ ഓരോരോ ടൈപ്പും പഠിച്ച് പോയാൽ മതി, കൺസെപ്റ്റ് അറിഞ്ഞാൽ മതി, വലിയ ടെൻഷനൊന്നും ആവണ്ട. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ 3 ടൈപ്പാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ 2 ടൈപ്പ് കഴിഞ്ഞത്, ഇത് 3ാമത്തെ ടൈപ്പ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ എന്താണ്? ഇഫ് ദ പ്രോഫിറ്റ് ഓൺ സെല്ലിംഗ് ആൻ ആർട്ടിക്കിൾ ഫോർ ₹425 is same as the loss on selling it for ₹355, then cost price of the article. അതായത് 425 രൂപക്ക് വിൽക്കുമ്പോൾ ഉള്ള പ്രോഫിറ്റ് ഈ സെയിം ആസ് ദി ലോസ് ഓൺ സെല്ലിംഗ് ഇറ്റ് ഫോർ ₹355. അതായത് 355 രൂപക്ക് വിൽക്കുമ്പോഴുള്ള നഷ്ടവും 425 രൂപക്ക് വിൽക്കുമ്പോഴുള്ള ലാഭവും സെയിമാണ്. ലാഭവും സെയിമാണെന്ന് പറഞ്ഞാൽ ആ ഒരു എമൗണ്ട് സെയിം ആണെന്നാണ് ഉദ്ദേശിച്ചത്. നോക്കുങ്ങൾ, ആദ്യം നമ്മൾ 355 വിറ്റു, അപ്പോൾ നമുക്ക് നഷ്ടം. 425 വിറ്റു, അപ്പോൾ നമുക്ക് ലാഭം. അതിനർത്ഥം നമ്മുടെ ശരിക്കുള്ള കോസ്റ്റ് പ്രൈസ് ഈ 355ൻ്റെയും 425ൻ്റെയും ഇടയിലാണല്ലേ. അപ്പോൾ എവിടെയോ ആണ് നമ്മുടെ കോസ്റ്റ് പ്രൈസ്. എവിടെയായിരിക്കും? അതാണ് ഇവിടെ തന്നെ എന്താ? സെയിം ആസ് ദി ലോസ്. അതായത് ഈ പ്രോഫിറ്റും ഇതിപ്പോൾ കോസ്റ്റ് പ്രൈസ് ആണെങ്കിൽ ഇത് നമ്മുടെ പ്രോഫിറ്റ് ആണല്ലേ, ഇത് പ്രോഫിറ്റ് ആണ്, ഇതെന്താണ്? ലോസ് ആണ്. ഈ 2 വാല്യൂ സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എന്തായിരിക്കും? ഞാനൊരു മെത്തേഡ് പറയാം, അതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് മെത്തേഡ്. ഓക്കെ, ഈ ടൈപ്പിലുള്ള ഏത് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിച്ചാലും ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് മെത്തേഡ് ഞാൻ പറയാം. സാധാരണ നമ്മൾ ചെയ്യാന്ന് പറഞ്ഞാൽ 2ൻ്റെയും കൂടി ആവറേജ് എടുക്കും. ആൻസർ ശരിയാണ്, 2ൻ്റെയും കൂടി ആവറേജ് എടുത്താൽ മതി. പക്ഷെ ഞാൻ അങ്ങനെയല്ല പറയുന്നത്. നിങ്ങൾ നോക്കും, 355 425, അതിൻ്റെ ഡിഫറൻസ് എത്രയാണ്? ഇതിൻ്റെ ഡിഫറൻസ് 70 ആണല്ലോ. 70 ആണ്. ഈ ഡിഫറൻസിൻ്റെ പ്രത്യേകത, ഇത് 355 മുതൽ 425 വരെ 70 ആണ്. മാത്രമല്ല ഈ പ്രോഫിറ്റും ഈ ലോസും സെയിം ആണ്. അപ്പോൾ ഇവിടെ എത്ര ഉണ്ടാവുക? 70നെ 2 ഈക്വൽ ആക്കിയാൽ 35. നമ്മളെന്താ ചെയ്തത്? 70നെ നമ്മൾ 1:1 ഡിവൈഡ് ചെയ്തു. 1:1 എന്ന് പറഞ്ഞാൽ 2ന് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു. എന്തിനാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് പറഞ്ഞാൽ, ഇനിയിപ്പോൾ ക്വസ്റ്റ്യൻ ഉണ്ടാവും ചിലപ്പോൾ എന്തെന്നറിയോ, ഇവിടെ ഉണ്ടാകുന്ന ലോസ് ഇവിടെ ഉണ്ടാകുന്ന പ്രോഫിറ്റിൻ്റെ 2 മടങ്ങാണ്, അല്ലെങ്കിൽ 3 മടങ്ങാണ്. അങ്ങനെ പല രീതിയിലും ഈ ടൈപ്പ് ക്വസ്റ്റ്യൻ ചോദിക്കാം. അപ്പോൾ ഏത് രീതിയിൽ ചോദിച്ചാലും നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പറയുന്നത്. അപ്പോൾ നമ്മളെന്താ ചെയ്തത്? ഇതിൻ്റെ ഡിഫറൻസ് എടുത്തു, എന്നിട്ട് അതിനെ നമ്മൾ ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തു. ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്യാൻ 1:1 ഡിവൈഡ് ചെയ്തു. അപ്പോൾ 70നെ 1:1 ഡിവൈഡ് ചെയ്താൽ ഓരോ പാർട്ടും എത്രയായിരിക്കും? 35 ആയിരിക്കും. അപ്പോൾ നമ്മുടെ കോസ്റ്റ് പ്രൈസ് ഒന്നുകിൽ എന്തായിരിക്കും? ഇത് നമ്മുടെ ലോസ് അല്ലേ, 355 വിൽക്കുമ്പോൾ ലോസാണ്, 425 വിൽക്കുമ്പോൾ പ്രോഫിറ്റ് ആണ്. അപ്പോൾ നമ്മുടെ കോസ്റ്റ് പ്രൈസ് എന്തായിരിക്കും? ഒന്നെങ്കിൽ 425 - 35 ആയിരിക്കും,
അല്ലെങ്കിലോ 355 പ്ലസ് 35. രണ്ട് ചെയ്താൽ ഒരേ ആൻസർ കിട്ടും. എത്ര വരും? 390 അല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ഈ ലോസും ഈ പ്രോഫിറ്റ് ഈക്വൽ. അപ്പോൾ നമ്മൾ ഈ ഡിഫറൻസിനെ 1:1 ഡിവൈഡ് ചെയ്തു അല്ലേ? അതായത് 355 വിൽക്കുമ്പോൾ 35 രൂപ നഷ്ടമാണ്. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? 355 35 കൂടുതലാണ്. അല്ലെങ്കിൽ എങ്ങനെ പറയാം? 425 വിൽക്കുമ്പോൾ 35 രൂപ പ്രോഫിറ്റ് ആണ്. അപ്പോൾ സി പി എന്തായിരിക്കും? 425 മൈനസ് 30 എത്ര വരും? 390. ക്ലിയർ അല്ലേ? ഓക്കെ. രണ്ട് വലിയ ചെയ്താലും 390. ഞാൻ എന്തിനാണ് ഈ ഡിഫറൻസ് എടുത്ത് 1:1 ഒക്കെ ആക്കുന്നത്? നേരെ ആഡ് ചെയ്തിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി എന്നൊക്കെ ചോദിക്കില്ലേ? പക്ഷെ അത് എന്തിനാണെന്നുള്ളത് ഞാൻ പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. Raman sells a machine for ₹39 lakh at a loss. Had he sold it for ₹49 lakh, his gain would have been 3 times the loss. What is the cost price? ഇവിടെ കണ്ടെങ്കിൽ ഇവിടെ ലോസും പ്രോഫിറ്റും ഈക്വൽ അല്ല. അത് തമ്മിലുള്ള റിലേഷൻ തന്നിട്ടുണ്ട്. നേരത്തെ മെത്തേഡ് നമുക്ക് അറിയുന്നതുകൊണ്ട് നമ്മൾ ഈസി ആയിട്ട് ചെയ്യും. അങ്ങനെ 39 ലക്ഷത്തിന് വിൽക്കുമ്പോൾ നഷ്ടമല്ലേ? അപ്പോൾ ആദ്യം 39 lakh. 49 വിൽക്കുമ്പോൾ ലാഭമാണ്. ഇപ്പോൾ 49. അപ്പോൾ കോസ്റ്റ് പ്രൈസ് എവിടെ വരും? ഇവിടെ എവിടെയോ വരും. ഇനി നോക്കാം. ഇനി പറഞ്ഞെന്താ പറയുക? ഹിസ് ഗെയിൻ വുഡ് ഹാവ് ബീൻ 3 times the loss. ഗെയിൻ വുഡ് ഹാവ് ബീൻ 3 times the loss. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? ഇവിടുത്തെ ലോസ് 1 ആണെങ്കിൽ ഗെയിൻ എത്ര ആയിരിക്കും? 3 ആയിരിക്കും. അതല്ല എൻ്റെ അർത്ഥം. ഗെയിൻ വുഡ് ഹാവ് ബീൻ 3 times the ലോസ്. ഇവിടെ ലോസ് എക്സ് ആണെങ്കിൽ ഇവിടെ ഗെയിൻ എത്ര ആയിരിക്കും? 3x ആയിരിക്കും. ലോസ് 1 ആണെങ്കിൽ ഗെയിൻ എന്തായിരിക്കും? അതിൻ്റെ 3 മടങ്ങ് 3 ആയിരിക്കും. നമ്മളങ്ങനെ എടുത്താൽ മതി 1ഉം 3ഉം. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നുമില്ല. 39 49 ഡിഫറൻസ് 10 ആണ്. ആ 10നെ നിങ്ങൾ ഏത് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്താൽ മതി? 1:3. 10നെ 1:3 എങ്ങനെ ഡിവൈഡ് ചെയ്യും? റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാം. നമ്മൾ റേഷ്യോ ടോപ്പിക് എടുത്തിട്ടില്ല, എന്നാലും അറിയില്ലേ? ഇത് സാധാരണ എങ്ങനെ ചെയ്യുന്നത്? രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നെങ്കിൽ ഈ വാല്യൂ ആണെങ്കിൽ എന്ത് ചെയ്യാം? ആ വാല്യൂ ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്രയാണ്? 1 + 3 4 ഇൻറ്റു 10 ഇസ് ഈക്വൽ ടു 2.5. ഇത് 2.5 ആണ്. എത്ര ആയിരിക്കും? 7.5 ആയിരിക്കും അല്ലേ? ഇനി അല്ലെങ്കിലോ സെയിം എത്ര തന്നെ വേറെ രീതിയിൽ പറഞ്ഞാലും ഇത് 1 യൂണിറ്റ്, ഇത് 3 യൂണിറ്റ്. ടോട്ടൽ എത്രയാണ്? 4 യൂണിറ്റിൻ്റെ വാല്യൂ ആണ് 10. അങ്ങനെയാണെങ്കിൽ 1 യൂണിറ്റ് എത്രയാണ്? 10/4 എത്ര? 2.5. രണ്ട് രീതിയിലും ചെയ്യാം. കൂടുതൽ നമ്മൾ റേഷ്യോ എടുക്കുമ്പോൾ പറയും. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവില്ലേ? ഒരു വാല്യൂ തന്നിട്ട് അതിനെ നിശ്ചിത റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യണമെങ്കിൽ 1:3 ഡിവൈഡ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്? 1/ടോട്ടൽ 4 ഇൻറ്റു ഏതിനാണോ ഡിവൈഡ് ചെയ്യേണ്ടത് അതിനെ ഇൻറ്റു 10. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താ അതിൻ്റെ അർത്ഥം? ഇത് 2.5 ആണ്, ഇത് 7.5 ആണ്. ഇത് 2.5, ഇത് 7.5. അങ്ങനെയാണ് സി പി എത്ര ആയിരിക്കും? സി പി എങ്കിൽ ഒന്നെങ്കിൽ 39 പ്ലസ് 2.5 അല്ലെങ്കിൽ 49 മൈനസ് 7.5. രണ്ട് രീതി ചെയ്താൽ എന്ത് കിട്ടും? 41.5 lakh. സിമ്പിൾ അല്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞാൽ മനസ്സിലായില്ലേ? നമ്മൾ എന്ത് ചെയ്യുക? ഇതിൻ്റെ ഡിഫറൻസ് എടുത്തു. ഡിഫറൻസിനെ ഇത് രണ്ടും തമ്മിലുള്ള റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തു. 10നെ നമ്മൾ 2.5 7.5. ഇവിടെയാണ് 2.5 ലോസ് ആണ്, 7.5 പ്രോഫിറ്റ് ആണ്. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യാം? 39 പ്ലസ് 2.5 അല്ലെങ്കിൽ 49 മൈനസ് 7.5. ഓക്കെ. The percent profit made when an article is sold for ₹78 is twice as much as when it is sold for 69. The cost price. ഈ ക്വസ്റ്റ്യനും കഴിഞ്ഞ നമ്മൾ ചെയ്ത ക്വസ്റ്റ്യനും വ്യത്യാസം എന്താ? നേരത്തെ പ്രോഫിറ്റും ലോസും തമ്മിലുള്ള ബന്ധം എന്ന് തോന്നുന്നത്. ഇവിടെ എന്താ പറയുന്നത്? പ്രോഫിറ്റ് പെർസെൻറ്റേജ്. അതായത് ക്വസ്റ്റ്യൻ ഇതാണ്, 69 വിൽക്കുമ്പോഴുള്ള പ്രോഫിറ്റ് പെർസെൻറ്റേജ്, അതേപോലെ 78 വിൽക്കുമ്പോഴുള്ള പ്രോഫിറ്റ് പെർസെൻറ്റേജ്. അത് രണ്ടും തമ്മിലുള്ള ബന്ധമാണ് എന്നത്. ക്വസ്റ്റ്യൻ പറഞ്ഞത് 78 വിൽക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രോഫിറ്റ് പെർസെൻറ്റേജ് 69 വിൽക്കുമ്പോഴുള്ള പ്രോഫിറ്റ് പെർസെൻറ്റേജിൻ്റെ ഡബിൾ ആണ്, അല്ലെങ്കിൽ ട്വൈസ് ആണ് തോന്നുന്നത്. അപ്പം എൻ്റെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇവിടെ ഈ പെർസെൻറ്റേജ് പ്രോഫിറ്റ് അല്ലെങ്കിൽ പ്രോഫിറ്റ് പെർസെൻറ്റേജ് തന്നത് കൊണ്ട് നമ്മൾ നേരത്തെ ചെയ്ത മെത്തേഡിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമോ? ഈ മെത്തേഡിന് അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യന് ഒരു ഡിഫറൻസും ഇല്ല. എങ്ങനെയാണെന്ന് അറിയാം? ഇപ്പം ഞാൻ പറയുകയാണ്, ഞാനൊരു വസ്തു
50 രൂപക്ക് വിറ്റപ്പോൾ എനിക്ക് X% പ്രോഫിറ്റ് കിട്ടി. ശ്രദ്ധിക്കുക, ഇവിടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്തിനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? CPയിലാണ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. CPയിലാണ് പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. കാരണം നമുക്കറിയാലോ, ഒന്നും പറഞ്ഞിട്ടില്ല, SPയിലൊന്നും പറയാത്തത് കൊണ്ട് CPയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ 50 രൂപക്ക് വിൽക്കുന്ന സമയത്ത് എനിക്ക് X% പ്രോഫിറ്റ് കിട്ടി. ഞാൻ 100 രൂപക്ക് വിൽക്കുന്ന സമയത്ത് എനിക്ക് 2X% പ്രോഫിറ്റ് കിട്ടി. ഈ X% എന്ന് പറഞ്ഞാൽ എന്താ? X% പ്രോഫിറ്റ് പറഞ്ഞാൽ എന്താ? X/CP × 100 ആണ്. 2X% പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? 2X/CP × 100 ആണ്. ഇത് രണ്ടും തമ്മിലുള്ള റേഷ്യോ എന്താ? 100 ക്യാൻസൽ ആവും, CP ക്യാൻസൽ ആവും, X/2X അല്ലെങ്കിൽ XX ക്യാൻസൽ ചെയ്താൽ 1:2. അത് X%/2X% എന്താ വരാം? അതിൻ്റെ റേഷ്യോ എന്ന് പറഞ്ഞാലും നമ്മൾ Xഉം 2Xഉം എടുക്കുന്നതെങ്കിൽ ആ റേഷ്യോ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതായത് ഒന്നുമില്ല, നിങ്ങളിങ്ങനെ ആലോചിച്ചാൽ മതി. ഇവിടെ പെർസെൻറ്റേജ് പ്രോഫിറ്റ് തന്നതുകൊണ്ട് യാതൊരു ഡിഫറൻസും ഉണ്ടാവില്ല. ക്വസ്റ്റ്യൻ പറഞ്ഞതാണ്, നമ്മൾ കോസ്റ്റ് പ്രൈസ് ഉണ്ട്, നമ്മൾ 69 രൂപയ്ക്ക് വിറ്റു, 78 രൂപയ്ക്ക് വിറ്റു. 78 രൂപയ്ക്ക് വിൽക്കുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് സപ്പോസ് 2X% ആണ്. അങ്ങനെയാണെങ്കിൽ 69 രൂപയ്ക്ക് കിട്ടുന്നത് X% ആണ്. നമുക്ക് എന്ത് ചെയ്യാം? ഈ പെർസെൻറ്റേജിൻ്റെ ആവശ്യം ഇല്ല. X 2X അല്ലെങ്കിൽ 1:2. ഇത് അതായത് 69 വിൽക്കുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് 1 യൂണിറ്റ് ആണെങ്കിൽ 78 രൂപയ്ക്ക് വിൽക്കുമ്പോൾ കിട്ടുന്നത് 2 യൂണിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇത് എത്ര ആയിരിക്കും? ഇത് 1 യൂണിറ്റ് ആയിരിക്കില്ലേ, അല്ലേ? 69 1 യൂണിറ്റ് പ്രോഫിറ്റ്, 78 2 യൂണിറ്റ്. അതിൻ്റെ അർത്ഥം ഇത് എത്ര ആയിരിക്കും? 1 യൂണിറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ടോട്ടൽ ഇത് എന്ത് ചെയ്യാം? ഇവിടെ നോക്കുക, ഇവിടെ ഈ 1 യൂണിറ്റ് പറഞ്ഞാൽ എത്ര? 69 78 ഡിഫറൻസ് 9 ആണ്. അപ്പോൾ ഈ 1 യൂണിറ്റ് എന്താണ്? 9 ആണ്. അപ്പോൾ CP എന്തായിരിക്കും? 69 - 9 = 60. ഒന്നുമില്ല, നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. അതായത് പെർസെൻറ്റേജ് പ്രോഫിറ്റ് ആണ് അത് തമ്മിലുള്ള ബന്ധമാണ് തരുന്നതെങ്കിലും ആ പെർസെൻറ്റേജ് പ്രോഫിറ്റ് നമ്മൾ കോസ്റ്റ് പ്രൈസിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഓക്കെ അവിടെ ഒരു ചേഞ്ചും ഉണ്ടാവില്ല. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്താൽ മതി. ഓക്കെ, ഇവിടെ 69 വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രോഫിറ്റ് പെർസെൻറ്റേജ് 78 വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രോഫിറ്റ് പെർസെൻറ്റേജ് അത് രണ്ടും തമ്മിലുള്ള ബന്ധമാണ് തന്നത്. അപ്പോൾ നമ്മളവിടെ പ്രോഫിറ്റ് പെർസെൻറ്റേജ് എന്നുള്ള കാര്യം മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് നിങ്ങൾ എങ്ങനെ എടുത്താൽ മതി? 69 വിൽക്കുമ്പോൾ ഉള്ള പ്രോഫിറ്റ് 78 വിൽക്കുമ്പോഴുള്ള പ്രോഫിറ്റ് തമ്മിലുള്ള ബന്ധം മാത്രം എടുത്താൽ മതി. ഓക്കെ, അപ്പോൾ 78 വിൽക്കുന്ന സമയത്ത് 2 യൂണിറ്റ് പ്രോഫിറ്റ് ആണ്, 69 വിൽക്കുന്ന സമയത്ത് 1 യൂണിറ്റ് പ്രോഫിറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ 69 78 ഇടയിൽ എന്ത് വരും? 1 യൂണിറ്റ് വരും. ആ 1 യൂണിറ്റ് എത്രയാണ്? 69 78 ഡിഫറൻസ് ആണ് 9 ആണ്. അപ്പോൾ CP എത്ര ആയിരിക്കും? 69 - 9 = 60. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യൻ ആണ്. സെയിം ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പ്രോഫിറ്റ് ഏൺഡ് ഓൺ സെല്ലിംഗ് ആൻ ഐറ്റം ഫോർ ₹2107 is 20% more than the loss occurred on selling it for 1920. Find the selling price when the item is sold at 20% profit. ഓക്കെ, ആദ്യം നമ്മൾ 1920 രൂപക്ക് വിറ്റു. അപ്പോൾ നമുക്ക് നഷ്ടമാണ്. 2107 രൂപക്ക് വിൽക്കുന്ന സമയത്ത് നമുക്ക് ലാഭമാണ്. അപ്പോൾ നമ്മുടെ കോസ്റ്റ് പ്രൈസ് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും, അല്ലേ? ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ 2107 വിൽക്കുമ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ് അത് 1920 വിൽക്കുമ്പോഴുള്ള ലോസിനേക്കാൾ 20% കൂടുതലാണ്. 20% കൂടുതലാണെന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം, അല്ലേ? ഒന്ന് 5 ആണെങ്കിൽ മറ്റെന്തായിരിക്കും? 6 ആയിരിക്കും. എങ്ങനെ വരാമെന്നുള്ളത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, നമ്മൾ പെർസെൻറ്റേജ് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാണ്. 20% എന്ന് പറഞ്ഞാൽ 1/5 ആണ്, അല്ലേ? അപ്പോൾ 20% കൂടുതൽ എന്ന് പറഞ്ഞാൽ ഒന്ന് 5 മറ്റേത് 6 ആയിരിക്കും. അപ്പോൾ ഇവിടെ ഏതാണ് 5 ഏതാണ് 6? പ്രോഫിറ്റ് ഈസ് 20% മോർ. അപ്പോൾ പ്രോഫിറ്റ് എന്താണ്? 6 ആണ്. ലോസ് എന്താണ്? 5 ആണ്. നിങ്ങൾ പറയാൻ എന്ത് ചെയ്താൽ മതി? ഇതിന് രണ്ടിനെ ഡിഫറൻസ് എടുക്കാം. ഇതിന് രണ്ടിനെ ഡിഫറൻസിനെ 5:6 ഡിവൈഡ് ചെയ്താൽ മതി. ഇത് രണ്ടിൻ്റെ ഡിഫറൻസ് എത്ര? 1920 2107 187 അല്ലേ? 187 5:6 ഡിവൈഡ് ചെയ്യേണ്ടി വരും. 5ഉം 6 എന്ന് പറഞ്ഞാൽ 11 യൂണിറ്റ്. 11 യൂണിറ്റിൻ്റെ വാല്യൂ 187 ആണ്. അപ്പോൾ ഒരു യൂണിറ്റ് എത്ര വരാം?
17 വരും. അപ്പോൾ 5 യൂണിറ്റ് 5 × 17 85. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1920 പ്ലസ് 85 എത്ര വരും? 2005 സി പി. പക്ഷെ നമ്മളോട് ചോദിച്ചത് സി പി അല്ല. ഫൈൻഡ് ദ സെല്ലിംഗ് പ്രൈസ് വെൻ ദ ഐറ്റം ഈസ് സോൾഡ് അറ്റ് 20% പ്രോഫിറ്റ് അല്ലേ? 20% പ്രോഫിറ്റ് എന്ന് പറയുമ്പോൾ 120% കാണാം അല്ലേ? 120% എന്ന് പറഞ്ഞാൽ 6/5. ഓക്കെ, അല്ലെങ്കിൽ 20% ആഡ് ചെയ്താലും മതി അല്ലേ? 20% ആഡ് ചെയ്താൽ മതി. നോക്കാം എന്ത് വരും? 401 × 6 is equal to 2406. ഓക്കെ, 2406. അതാണ് നമ്മുടെ ആൻസർ. എന്താ ചെയ്തത്? 1920 വിൽക്കുന്ന സമയത്ത് നമുക്ക് നഷ്ടമാണ്, 2107 വിൽക്കുമ്പോൾ ലാഭമാണ്. ഈ നഷ്ടവും ലാഭവും തമ്മിലുള്ള റേഷ്യോ ഡയറക്റ്റ് തരാതെ അവർ പെർസെൻറ്റേജിൽ ടേംസിൽ തന്നു മാത്രമേ ഉള്ളൂ. 20% കൂടുതലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്ന് 5 ആണെങ്കിൽ മറ്റേത് 6 ആണ്. ശ്രദ്ധിക്കേണ്ട കാര്യത്തിൽ ഏതാണ് 5 ഏതാണ് 6 എന്നുള്ളതാണ്. ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ പ്രോഫിറ്റ് ആണ് കൂടുതൽ. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോഫിറ്റ് 6, ലോസ് 5. അപ്പോൾ ടോട്ടൽ ഈ ഇതിൻ്റെ രണ്ടിനും ഡിഫറൻസ് പറഞ്ഞാൽ 187 ആണ്. ആ 187 നമ്മൾ എന്ത് ചെയ്തു? 5 × 6 ഡിവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇവിടെ ഇപ്പോൾ 5 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 85 എന്ന് കിട്ടി. അപ്പോൾ 1000 ലോസ് ആയതുകൊണ്ട് 1920 പ്ലസ് 85. അപ്പോൾ 2005 ആണ് നമ്മുടെ സി പി. പക്ഷേ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ സി പി അല്ല. 20% പ്രോഫിറ്റ് കിട്ടണമെങ്കിൽ എത്ര രൂപക്ക് വിൽക്കണം എന്നാണ്. അപ്പോൾ ഇതിൻ്റെ 120% കണ്ടാൽ മതി. 6/5 എത്ര കിട്ടും? 2406. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ ചോദിക്കാം. ഇനിയിപ്പോൾ ഈ കേസിൽ തന്നെ വാല്യൂ രണ്ടും സെയിം ആണെന്ന് വിചാരിച്ചു. എന്നിട്ട് പറയുകയാണ് ആ 20% മോറിന് പകരം 11 1/9% കൂടുതൽ, അല്ലെങ്കിൽ 16 2/3% കൂടുതൽ, അങ്ങനെ എന്ത് വന്നാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനെ നമുക്ക് റേഷ്യോയിലേക്ക് മാറ്റിയിട്ട് ആ റേഷ്യോ കണ്ടാൽ മതി. എളുപ്പമല്ലേ? ഓക്കെ, അടുത്തത് ഞാൻ നേരത്തെ 3 ടൈപ്പാണെന്ന് പറഞ്ഞിരുന്നത്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അതുകൂടി ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ്. എ മാൻ സോൾഡ് an article at a gain of 5%. Had he sold it for rupees 250 more, he would have gained 8%. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എത്ര? ഓക്കെ, ഒരാൾ 5% ലാഭത്തിന് വിറ്റു. 240 രൂപ കൂടിയിട്ട് 240 രൂപയും കൂടി കൂട്ടിയിട്ടാണ് വിറ്റതെങ്കിൽ ആൾക്ക് 8% ലാഭം കിട്ടും. അങ്ങനെയാണെങ്കിൽ കോസ്റ്റ് പ്രൈസ് എത്രയാണ്? അപ്പം ആദ്യം 5% ലാഭം, പിന്നെ 8% ലാഭം. അപ്പോൾ ഇതിൻ്റെ ഡിഫറൻസ് എന്താ വരാം? 3%. ഈ 5% എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസിൻ്റെ 5% ആണ്. ഈ 8% എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസിൻ്റെ 8% ആണ്. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് പറഞ്ഞാൽ 3% ഓഫ് കോസ്റ്റ് പ്രൈസ്. അതാണ് ഇത്ര 240 അല്ലേ? അതിൻ്റെ ഡിഫറൻസ് ആണ് 240. 3%ൻ്റെ വാല്യൂ 240 ആണെങ്കിൽ എന്താ ചോദിച്ചാൽ കോസ്റ്റ് പ്രൈസ്? കോസ്റ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 100%ൻ്റെ വാല്യൂ എത്രയാണ്? 3 × എത്രയാണ്? 240 × 80 ആണ്. അപ്പോൾ 100 × 80 എത്ര വരും? 8,000. ഓക്കെ, അല്ലെങ്കിൽ അങ്ങനെ ആലോചിച്ചാൽ മതി. സെല്ലിംഗ് പ്രൈസ് 5% ലാഭത്തിന് വിൽക്കാന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 105% ഓഫ് കോസ്റ്റ് പ്രൈസ് ആണ്. രണ്ടാമത്തെ കേസിൽ സെല്ലിംഗ് പ്രൈസ് 108% ഓഫ് കോസ്റ്റ് പ്രൈസ്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 3% ഓഫ് സി പി. ഓക്കെ, ആ 3% ഓഫ് സി പി ആണ് 240. അപ്പോൾ 100% എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ ക്വസ്റ്റ്യനോ ഇത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ചെയ്യുക. ഇതിൻ്റെ ആൻസർ കമൻറ്റ് ചെയ്യാം. ഓക്കെ, സെയിം ടൈപ്പ് ക്വസ്റ്റ്യനാണ്. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ഓൺ സെല്ലിംഗ് ആൻ ഒബ്ജക്റ്റ് അറ്റ് ₹190 ദർ ഈസ് എ ലോസ് ഓഫ് 5%. ഇവിടെ ലോസ് ഓഫ് 5% ആണ്. ഇഫ് ഇറ്റ് ഈസ് സോൾഡ് ഫോർ ₹30 മോർ പ്രോഫിറ്റ് ഈസ് 10%. അപ്പോൾ ലോസ് ഓഫ് 5% എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് എത്രയാണ്? 95% ആണ്. 30 രൂപ കൂട്ടി വിറ്റാൽ 10% ലാഭം കിട്ടും. 10% ലാഭം കിട്ടുക എത്ര ശതമാനമാണ്? 110%. അപ്പോൾ ഡിഫറൻസ് എത്രയാണ്? ഡിഫറൻസ് എന്ന് പറയുന്നത് 15%. ഈ കാര്യമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ലോസ് എന്ന് പറയുന്ന സമയത്ത് എന്തായിരിക്കും? നേരത്തെ പോലെ എടുക്കുകയാണെങ്കിൽ എന്ത് വരും? -5ഉം +10ഉം. ഇതിൻ്റെ ഡിഫറൻസ് എത്രയാണെന്ന് നോക്കാം. ഓക്കെ, നേരത്തെ ഞാൻ ചെയ്തത് 5ഉം 8ഉം എടുത്തില്ലേ? അതുപോലെയാണ് ചെയ്യുന്നതെങ്കിൽ -5 എടുക്കണം ലോസിന്, +10. ഇത് രണ്ടിനും ഡിഫറൻസ് ആണ് 15. ഓക്കെ, അപ്പോൾ 15%ൻ്റെ വാല്യൂ ആണ് 30. അങ്ങനെയാണെങ്കിൽ നമ്മൾ കോസ്റ്റ് പ്രൈസ് കാണേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എന്ത് കണ്ടാൽ മതി?
ഫൈൻഡ് സെല്ലിംഗ് പ്രൈസ് ഫോർ 25% പ്രോഫിറ്റ്. 25% പ്രോഫിറ്റ് പറഞ്ഞാൽ 125% എത്ര എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ? 25% പ്രോഫിറ്റ് പറഞ്ഞാൽ 125% എത്രയാണെന്നാണ്. 15 30 തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഉണ്ട്, ഡബിളാണ്. അപ്പോൾ 125 ഡബിൾ എത്ര? 250. കഴിഞ്ഞു. കോസ്റ്റ് പ്രൈസ് വേണ്ട ആവശ്യമില്ല. ഓക്കെ, ലോസ് വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളിങ്ങനെ സെല്ലിംഗ് പ്രൈസിൻ്റെ ടൈംസിലാണ് എടുക്കുന്നതെങ്കിൽ 95% ഓഫ് CP, രണ്ടാമത്തെ കേസിൽ 110% ഓഫ് CP. അപ്പോൾ അതിൻ്റെ ഡിഫറൻസ് പറഞ്ഞാൽ 15% ഓഫ് CP. ഇനി നിങ്ങൾ വേറെ ലോസും പ്രോഫിറ്റും മാത്രമാണ് എടുക്കുന്നതെങ്കിൽ ലോസ് മൈനസ് ആയിട്ടും പ്രോഫിറ്റ് പ്ലസ് ആയിട്ടും എടുക്കണം എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഓക്കെ, ഈ ക്വസ്റ്റ്യന് സെയിം ടൈപ്പ് നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യാം, കമൻറ്റ് ചെയ്യാം. ഓക്കെ, ഇത് ഞാൻ നിങ്ങൾക്ക് ഒന്നും കൂടി റിമൈൻഡർ ആയിട്ട് തന്നാണ്. 3, 6, 10, 11, 17, 19 6 ക്വസ്റ്റ്യൻസ് ആണ് ഇതിൽ ഹോംവർക്ക് അല്ലെങ്കിൽ ഞങ്ങൾക്ക് റഫ് വർക്ക് ചെയ്യാൻ വേണ്ടി തന്നത്. ആ 6 ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇത് കാണുന്ന എല്ലാവരും നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഉടൻ നോട്ടിഫിക്കേഷൻ വരാൻ വേണ്ടിയിട്ട് ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.